ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വിഷ്ണുവിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അതിന് മുൻകൂട്ടി തന്നെ ശാരദാമ്മ വിലക്കിയതായിരുന്നു. എന്നാൽ ആ കർമ്മം നടപ്പിലായാൽ തീർച്ചയായിട്ടും കുടുംബത്തിലുള്ളവർക്ക് അഹിതം സംഭവിക്കുമെന്ന ജോത്സ്യന്റെ വാക്കുകൾ അതേപടി ഫലപ്രദമായി. ശാരദാമ്മ വെള്ളം കോരി വെച്ച സമയത്ത് അവിടേക്ക് വന്ന ശാരിക വെള്ളവുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് കാല് വഴുതി നിലത്ത് വീഴുകയും ശാരിക വയറിടിച്ച് നിലത്തേക്ക് വീഴുന്നു. ഈ കാഴ്ച കണ്ട് ശാരദാമ്മ ഓടി അരികിലേക്ക് എത്തുമ്പോൾ വയറിന് വേദന കാരണം അവിടെ അവിടെ കിടന്ന് ശാരിക നിലവിളിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടതോടെ ശാരദാമ്മയ്ക്ക് ആകെ ടെൻഷനായി. വേഗം തന്നെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വന്ന ശ്യാമ എന്തു പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ എത്രയും വേഗം ഒരു വണ്ടി വിളിക്കണമെന്നും ഹോസ്പിറ്റലിൽ പോകണമെന്നും ശ്യാമയോട് ശാരദാമ്മ ആവശ്യപ്പെട്ടു. അങ്ങനെ ശാരദാമ്മ പറഞ്ഞതിന് പ്രകാരം വേഗം തന്നെ ശാരികയുമായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശാരദ. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. അവിടുത്തെ ആദിവാസി മൂപ്പന്റെ വാക്കുകൾ അനുസരിച്ച് പറഞ്ഞ കർമ്മങ്ങളൊക്കെ യഥാവിധി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യായുസ്സിൽ അയാൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ എല്ലാ ഫലവും ആ ചെയ്തു പോയ എല്ലാ പ്രവൃത്തികളുടെയും എല്ലാത്തിൻ്റെയും ആകെ തുകയായിട്ട് അയാൾക്ക് അവസാനം ലഭിക്കുന്ന അയാളുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനും അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അയാൾക്ക് നേരിടേണ്ടി വന്ന കർമ്മബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണിതെന്നുമൊക്കെ ശാലിനിയോട് അറിയിച്ചു. അതുകൊണ്ട് അയാളുടെ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് ഇതിലൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് കൂടി പറഞ്ഞപ്പോൾ ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഓർത്തു. വിഷ്ണുവിനെ കുറിച്ച് അന്ന് മനസ്സിൽ കടന്നു വന്ന എല്ലാ ഓർമ്മകളും അതിനെയെല്ലാം മനസ്സിലിട്ട് വേദനയോടെ ശാലിനി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങിയപ്പോൾ ഒടുവിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാവുന്ന ചടങ്ങിലേക്ക് മൂപ്പൻ അറിയിച്ചപ്പോൾ ആ ചിതാഭസ്മം കയ്യിലേക്ക് എടുക്കാനായി ശാലിനി തയ്യാറായി. അപ്പോഴാണ് ശാലിനിയുടെ കൈ തട്ടി ആ ചിതാഭസ്മം പുഴയിലൂടെ ഒഴുകി പോകുന്ന കാഴ്ച കണ്ടത്. ശാലിനി വേഗം തന്നെ ചാടി അതെടുക്കാനായി ശ്രമിക്കുമ്പോഴേക്കും അടുത്തു നിന്ന് മൂപ്പൻ പറഞ്ഞു, വേണ്ട, ഇനി അതിനായിട്ടുള്ള ശ്രമം നടത്തണ്ട, അത് പാഴാണെന്നും മാത്രമല്ല ഈ ലോകം വിട്ടു പോകാൻ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല എന്നും നിങ്ങൾ പറഞ്ഞതുപോലെ ആ ആള് മരണപ്പെട്ടത് സത്യം തന്നെയാണോ എന്നുകൂടി അയാൾ സംശയത്തോടു കൂടി ചോദിക്കുമ്പോൾ ശാലിനി ആകെ ഞെട്ടലോടുകൂടി നിന്നു. അപ്പോഴായിരുന്നു ശിവന്റെ ഹൃദയത്തിലിരിക്കുന്ന ശിവന്റെ ശരീരത്തിലെ വിഷ്ണുവിന്റെ ഹൃദയം വല്ലാതെ ഇടിച്ചു തുടങ്ങിയത്. ശിവൻ അപ്പോഴേക്കും നെഞ്ചത്ത് കൈവച്ച് വിഷ്ണുവിനെ കുറിച്ചുള്ള മൂപ്പന്റെ ചോദ്യങ്ങൾക്ക് ശിവന്റെ ഹൃദയമാണ് വല്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അതിന്റെ കാരണമെന്നറിയാതെ ശിവൻ അങ്ങനെ നെഞ്ചിൽ കൈവച്ച് അങ്ങനെ നിന്നു. ഒടുവിൽ ശാലിനിയോട് മൂപ്പൻ പറഞ്ഞു, ഇന്നത്തെ ഈ ദിവസം ഇതൊരു കാരണവശാലും ഇങ്ങനെ ഒരു ദിവസം ഈ ഒരു ചടങ്ങിനായിട്ട് നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. ഇന്നത്തെ ഈ ദിവസം ഈ ചടങ്ങ് ചെയ്യാൻ ഒരിക്കലും അനുയോജ്യമല്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് മുടങ്ങിപ്പോയ ഈ കർമ്മം അത് എന്നേക്കുമായി ആ ആത്മാവിന് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്തതിന്റെ സൂചനയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ശാലിനിയും ശിവനും വേദനയോടെ ആ ചടങ്ങുകൾ അവസാനിപ്പിച്ചു. അതിനുശേഷം ശാലിനി കർമ്മങ്ങൾ അവസാനിപ്പിച്ച് അവിടുന്ന് തിരികെ പോരാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ശാരദാമ്മ ഡോക്ടർക്ക് അരികിലേക്ക് എത്തി. ശാരികയ്ക്ക് സംഭവിച്ച ആ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ഡോക്ടറോട് അന്വേഷിക്കുകയായിരുന്നു ശാരദാമ്മ. ശാരദാമ്മയുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തു. ശാരികയുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന ശാരദാമ്മയുടെ ചോദ്യത്തിന് ഇപ്പോൾ മാസം തികയാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും എല്ലാ മാസം തികഞ്ഞ് ജനിക്കുന്ന കുട്ടികളുടേതായ ആരോഗ്യമോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിശക്തിയോ ഒന്നും തന്നെ ആ കുട്ടിക്കുണ്ടാകാൻ സാധ്യതയില്ല എന്നും പിന്നെ ഇതൊക്കെ വരാൻ പോകുന്ന സാധ്യതകൾ മാത്രമാണെന്നും അതൊരിക്കലും ഉറപ്പ് പറയാൻ കഴിയുകയില്ല എന്നും ശാരദാമ്മ അറിയിച്ചു. അങ്ങനെ ശാരദാമ്മ പറയുന്നതെല്ലാം കേട്ട് ഇതെല്ലാം കേട്ട് ആകെ വേദനയോടെ തനിക്ക് സംഭവിച്ച അവസ്ഥ എന്താ, യഥാർത്ഥത്തിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് ശാരദാമ്മ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് ശാരദാമ്മ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശ്യാമയെയും ശാരികയെയും മാറി മാറി വിളിച്ചിട്ടും ആരെയും കാണാതായതപ്പോ പരിഭവത്തോടെ ശാരദാമ്മ പറഞ്ഞു, അല്ലെങ്കിലും ഇവിടെ ഒന്നിനെയും ഒരു സഹായത്തിനും കിട്ടില്ല. ഈ വെള്ളം എടുത്ത് ആ ചായക്കടയിൽ ഒന്ന് കൊണ്ടുവെക്കാൻ ഇവിടെ ഒന്നിനും പറ്റില്ലല്ലോ, എല്ലാം ഈ ശാരദാമ്മ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരിക അരികിലേക്ക് എത്തിയത്.
ശാരിക വന്ന് ബക്കറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ ശാരദാമ്മ ശാരികയെ തടഞ്ഞു. എടി മോളെ, നീ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ, അമ്മ ഇങ്ങനെ പഴി പറയുമ്പോ അടക്കം പറയുകയല്ലേ ചെയ്യുക, എന്നെയും കൂടി ചേർത്തല്ലേ അമ്മ പഴി പറയുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തോളാം, അമ്മ വിട്ടേക്കെന്ന് പറഞ്ഞ് ശ്യാമ വരുന്നതിന് മുൻപ് തന്നെ ശാരിക അതുമായി പോകാൻ ശ്രമിച്ചപ്പോ ശാരദാമ്മ ശാരികയെ തടയാനായിട്ട് നോക്കി. പക്ഷെ അതിന് തയ്യാറാകാതെ ശാരദാമ്മയുടെ അരികിൽ നിന്ന് ശാരിക ആ ബക്കറ്റുമായി പോയപ്പോഴാണ് അങ്ങനെ അപകടം സംഭവിച്ചത്. അക്കാര്യം ഓർത്ത് ശാരദാമ്മ ആകെ വേദനയോടെ ഇരിക്കുമ്പോൾ ഡോക്ടർ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അല്ല, സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് താൻ ചിന്തിച്ചതാണെന്ന് ശാരദാമ്മ മറുപടി നൽകിയപ്പോൾ ഡോക്ടർ ശാരദാമ്മയോട് പറഞ്ഞു, എന്തായാലും പ്രാർത്ഥിക്കുക, എല്ലാം നല്ലതുപോലെ സംഭവിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മയുടെ മനസ്സിൽ അന്ന് സിദ്ധം പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓടിയെത്തി. ശാലിനി ആ കർമ്മം ചെയ്യാൻ പോയതിന്റെ തിക്താനുഭവമാണോ ഇപ്പൊ ഈ വന്നിരിക്കുന്നത് എന്നൊരു ആശങ്ക ശാരദാമ്മയുടെ മനസ്സിനെ അലട്ടി. അപ്പോഴായിരുന്നു സത്യമോളുടെയും പപ്പിയുടെയും മുടിയിലെ ചെടയെല്ലാം കളഞ്ഞ് മുടിയൊക്കെ വൃത്തിയായി ചീകി ഒരുക്കി കൊടുത്ത് പിന്നിടാൻ ശ്രമിക്കുമ്പോഴേക്കും സത്യാമ്മ ഇരുവരോടും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണ്ടേ എന്നും, ഇത് ശാലിനി ഇങ്ങനെ വരട്ടെ, ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടാൽ നല്ല ചുട്ട അടി വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കേട്ടിരുന്ന സത്യ പറഞ്ഞു, ഓ, അല്ലെങ്കിലും എന്റെ ഈ മുടിയെ ശ്രദ്ധിക്കാൻ ആർക്കാ ഇവിടെ നേരമുള്ളത്, അമ്മയ്ക്കാണ് സമയമില്ല ജോലിഭാരം കൊണ്ട്, സത്യാമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ നോക്കിയിട്ട് നേരവുമില്ല, പിന്നെ ഇതാരാ എനിക്ക് ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പപ്പയോട് എന്ന് പറഞ്ഞു, ദേ കണ്ടില്ല സത്യാമ്മേ, ഞാൻ തന്നെയല്ലേ എന്റെ മുടി സൂക്ഷിക്കുന്നത്, ഇപ്പൊ നോക്കിക്കേ എന്ന് പറഞ്ഞ് സത്യയുടെ മുടി ചീകിയിരിക്കുന്ന സത്യാമ്മയെ പപ്പി തന്റെ മുടി ചൂണ്ടിക്കാണിച്ചു. ഇത് കണ്ട് സത്യാമ്മ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടു പേർക്കുമുള്ള ചായയുമായിട്ട് പൊന്നി അവിടേക്ക് എത്തിയത്. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ മുടിയുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട, ഇനി പൊന്നിയാൻറ്റി തന്നെ എല്ലാം വന്ന് നോക്കിക്കോളും, പൊന്നിയാൻറ്റിയോട് പറഞ്ഞാൽ മതി, മുടിയൊക്കെ ചീകി എണ്ണയെല്ലാം വെച്ച് നല്ല മിടുക്കി കുട്ടികളാക്കി നിർത്തും എന്ന് പറഞ്ഞപ്പോ പൊന്നി പറഞ്ഞു, എന്റെ സത്യാമ്മേ, എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണെന്നോ, ഇതൊക്കെ ഇവരുടെ വെറും അടവല്ലേ സത്യാമ്മേ, സത്യാമ്മ എന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതെ, ഇനി പൊന്നിയാൻറ്റി വിളിക്കുമ്പോൾ ചെന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടുപേർക്കും കൂടി നല്ല ചുട്ട സമ്മാനം അമ്മ അങ്ങ് തന്നോളും എന്ന് പറഞ്ഞു. ഉടനെ പപ്പി പറഞ്ഞു, സത്യാമ്മേ, ഞങ്ങൾ എന്തിനേയും മുടി ഇങ്ങനെ ഇട്ടേക്കുന്നെന്ന് സത്യാമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, അറിയത്തില്ല, ഞങ്ങളിങ്ങനെ പാർത്തി ഇങ്ങനെ സ്റ്റൈലിലൊക്കെ ഇട്ട് നടക്കുന്നതിന്റെ കാരണം അറിയാവോ എന്ന് ചോദിച്ചപ്പോ സത്യയെ പപ്പി നോക്കിയിട്ട് പറഞ്ഞു, സത്യ പറ അതിന്റെ കാരണം എന്താണെന്ന്. ഉടനെ പപ്പി പറഞ്ഞു, വേണ്ട, അത് സത്യ നിലയ്ക്കും പപ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പി പറഞ്ഞാൽ മതിയെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന കണ്ടപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതെ, ആരെങ്കിലും ഒരാൾ പറ, എന്തായാലും കാര്യം അറിയണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പപ്പി പറഞ്ഞു, എന്നാ ഞാൻ പറയാം സത്യാമ്മേ, വേറൊന്നുമല്ല, ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ വരുവാ, അപ്പോ ഞങ്ങള് ഡാൻസിനൊക്കെ ചേർന്നിട്ടുണ്ട്, അതിനുവേണ്ടിയാ ഈ മുടി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്, പിന്നെ അവിടുത്തെ പേരൻസിന്റെ പ്രോഗ്രാമും ഉണ്ട്, അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അന്ന് വിഷ്ണുവച്ചനെയും കൂട്ടിക്കൊണ്ട് പോകണം, എന്നിട്ട് എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുത്ത് നമുക്ക് തന്നെ വിജയിയാകണം, ഇത്തവണ എനിക്ക് എല്ലാരെയും കാണിച്ചു കൊടുക്കണം, ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വിഷ്ണുവച്ചനെ എന്ന് പറഞ്ഞ് പപ്പി തന്റെ ആഗ്രഹം അറിയിക്കുമ്പോ സത്യാമ്മയുടെ മനസ്സാകെ പിടഞ്ഞു. അന്ന് ശാലിനിയുടെയും സത്യയുടെയും പപ്പിയുടെയും അച്ഛനായിട്ട് അന്ന് ഇതിനു മുൻപുള്ള പേരൻസ് ഡേയുടെ അന്ന് സ്കൂളിൽ പോയി എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുത്ത് കുട്ടികളെ വിജയിപ്പിച്ച് അവർക്കൊപ്പം നിന്ന് ട്രോഫി വാങ്ങിച്ചു കൊണ്ടുവന്ന അന്നത്തെ ആ ദിവസത്തെ ഓർമ്മകൾ സത്യാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. സത്യാമ്മയോട് പപ്പി ചോദിച്ചു, സത്യാമ്മേ, അപ്പോഴേക്കും വിഷ്ണുച്ചൻ വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, വരും, എന്തായാലും മക്കള് പോയി റെഡി ആയിക്കോ, വിഷ്ണു ഉടനെ തന്നെ എത്തുമല്ലോ, വിഷ്ണുച്ചനോട് പറയാൻ വരുമ്പോ, ഇനി അഥവാ നിങ്ങളിങ്ങനെ വിഷ്ണുച്ചൻ വന്നിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമിലും മിടുക്കിയാകാനും കഴിയും, വിഷ്ണുവച്ചന് ഏറ്റവും ഇഷ്ടമല്ലേ നിങ്ങളെ എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് വേഗം പോയി സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് കുട്ടികളോട് പോകാനായിട്ട് അറിയിച്ചപ്പോ രാഘവൻ നായർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്കൂളിൽ പോകാനോ, ഇന്നെങ്ങോട്ടും പോകണ്ട, മക്കളെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിന്നാ മതി എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ ചോദിച്ചു, അതെന്തിനാ രാഘവേട്ടാ നല്ല ഡ്രസ്സൊക്കെ കുട്ടികളെ ഇടിപ്പിക്കുന്നത്, അവർക്ക് സ്കൂളിൽ പോകണ്ടേ, അതിന് യൂണിഫോം അല്ലേ ഇടേണ്ടത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, അല്ലല്ല, ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട, നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ മതി, ക്ലീറ്റസ് ഇല്ലേ, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോ നമുക്ക് ഇന്നെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുപ്പിക്കണം അതിനുവേണ്ടി എന്ന് പറഞ്ഞപ്പോ സത്യമ്മ ആകെ ഞെട്ടി. ഉടനെ രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, അത് സാരയില്ല രാഘവേട്ടാ, അതിന് ഇനിയും സമയമുണ്ടല്ലോ, മക്കൾ അപ്പോഴേക്കും സ്കൂളിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, വേണ്ട, ഇന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള കാര്യം മതി,
അപ്പോഴേക്കും കുട്ടികൾ അതൊരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളോടൊക്കെ സത്യാമ്മയോട് ബഹളം ഉണ്ടാക്കി. അതെ, അച്ചച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഫോട്ടോ എടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, ഞങ്ങൾ എന്തായാലും ഫോട്ടോ എടുത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴേക്കും ഉടനെ കുട്ടികളോട് സ്കൂളിൽ പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞ് സത്യാമ്മ ഫോട്ടോ പിന്നെയാണല്ലോ എടുക്കാവല്ലോ, ക്ലീറ്റസിനെ പിന്നെ വിളിപ്പിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ ബഹളം വെച്ചു. കുട്ടികൾ അപ്പോഴേക്കും വാശി പിടിച്ച് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് പോകണമെന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് സത്യാമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ രാഘവൻ നായരുടെ ഈ ഒരു നീക്കം അതിനെ എങ്ങനെ തടയുമെന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ശാലിനിയും ശിവനും അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇനിയും അവിടെ ആ ഭൂത്താൻകാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും നടത്താനായിട്ട് പോയ ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ നിരാശയായിരുന്നു ശാലിനിയുടെ മനസ്സിലാകെ. അങ്ങനെ ശിവനും ശാലിനിയും കൂടി തിരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ശാലിനിയോട് ശിവൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നു വരില്ല ശാലിനി, അതുകൊണ്ട് ശാലിനി നിരാശയാകുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു അഹങ്കാരമുണ്ട്, എനിക്ക് എന്നെ കൊണ്ട് എന്തും സാധിക്കുമെന്നുള്ളൊരു ഞാൻ മാത്രം എനിക്ക് എൻ്റെതായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മവിശ്വാസം, എനിക്ക് എന്തും സാധിക്കുമെന്ന ഒരു ചിന്ത എനിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചിന്തിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയൊന്നും എല്ലായ്പ്പോഴും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ശാലിനി തന്റെ വിഷമം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവന്റെ ഫോണിലേക്ക് കോൾ വന്നത്. ശിവൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അതെ അനിയത്തി കുട്ടിയാ, ചന്ദ്ര, അവള് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അതാ വിളിക്കുന്നത്. എന്തായാലും ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം ഫോൺ, കാരണം അവൾക്ക് പറയാനുള്ളത് പ്രകാശിനെ കുറിച്ച് കൂടി ആയിരിക്കുമല്ലോ. അപ്പോ ശാലിനിയാണല്ലോ ഇപ്പൊ പ്രകാശിന്റെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ് വേഗം ഫോൺ സ്പീക്കറിലിട്ടു. കോള് വന്ന ഉടനെ ഏട്ടാ ഞാനാ എന്ന് പറഞ്ഞ് ചന്ദ്ര സംസാരിച്ചു തുടങ്ങിയതും പറയാമോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, ഏട്ടാ ഇവിടെ ആകെ പ്രശ്നമാ, ആ അരങ്ങത്തുകാരുണ്ടല്ലോ അവർ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഇത് കേട്ടതും സന്തോഷത്തോടെ ശിവൻ ചോദിച്ചു, അത് കൊള്ളാലോ മോളെ, നല്ലൊരു ന്യൂസ് ആണല്ലോ അത്, മോളെന്തിനാ അതിന് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്ര പറഞ്ഞു, അതല്ല, അച്ഛൻ ഉടനെ തന്നെ എനിക്ക് വേണ്ടി മറ്റൊരു വിവാഹം ആലോചിച്ചിരിക്കുക, അത് ഉടനെ തന്നെ നടത്തുമെന്നുള്ള തീരുമാനത്തിലാണ് അച്ഛൻ. അന്ന് നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞാണ് അച്ഛൻ നിൽക്കുന്നത്, അതാണ് എന്റെ ടെൻഷൻ ഏട്ടാ എന്നറിയിച്ചപ്പോ ശിവൻ പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ വിവാഹം നിന്റെ ഇഷ്ടപ്രകാരം നടത്തി തരുമെന്ന് നീ ഏട്ടനാ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ സംഭവിക്കൂ, അതുകൊണ്ട് മോൾ ഒന്നും ഓർത്ത് പേടിക്കേ വേണ്ട, മോൾക്ക് ഒപ്പം ഈ ഏട്ടനുണ്ടാവും എന്ന് ശിവൻ അറിയിച്ചു. ഉടനെ വേദനയോടെ ചന്ദ്ര പറഞ്ഞു, ഏട്ടാ അച്ഛനിവിടെ വല്ലാത്ത ദേഷ്യത്തിലാണ്, അച്ഛൻ ഒരു കാര്യവും പറഞ്ഞാൽ നമുക്കൊപ്പം നിൽക്കില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിൽ അച്ഛൻ നിൽക്കുന്നത്, ഒരു തരം വീട്ടു തടങ്കലിലാണ് ഞാനിപ്പോ എന്നൊക്കെ ചന്ദ്ര സങ്കടത്തോടെ പറയുമ്പോ അതുവഴി വരുന്ന മഹേന്ദ്രൻ ശിവനെ വിളിച്ച് ചന്ദ്ര പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനിടയായി. ഉടനെ മഹേന്ദ്രൻ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടതോടെ ഇവളിപ്പോ ഈ ഫോണിൽ വിളിച്ച് അവനോട് സംസാരിക്കുന്നോ, അത് എന്റെ വീട്ടിൽ വെച്ച് എന്ന് പറഞ്ഞ് വേഗം മഹേന്ദ്രൻ ചന്ദ്രയ്ക്കരികിലേക്ക് ചെന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്തു. അപ്പോഴേക്കും ചന്ദ്രയോട് ശിവൻ പറഞ്ഞു, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് വാക്ക് തന്നത് ഈ ഏട്ടനല്ലേ, പിന്നെ എന്തിനും ഏതിനും നമുക്കൊപ്പം കൂട്ടായിട്ട് ഈ കളക്ടറും ഉണ്ട്, പിന്നെ എന്തിനാണ് പ്രശ്നം, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. വനിതാ കമ്മീഷനൊപ്പം വനിതാ കമ്മീഷനിലുള്ളവർ പോലെ നമുക്ക് ഈ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേദനകൾക്കും അവരനുഭവിക്കുന്ന ക്രൂരതകൾക്കുമൊക്കെ ചോദ്യം ചെയ്യാനും അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാനും ഇന്ന് നിയമപരമായി പല സഹായങ്ങളും ഇന്ന് നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കളക്ടർ മേഡം നമുക്കൊപ്പം ഉള്ളപ്പോ മോള് പേടിക്കണ്ട എന്ന് ശിവൻ പറയുമ്പോ ഇതെല്ലാം കേട്ട മഹേന്ദ്രൻ വേഗം ചന്ദ്രയുടെ ഫോൺ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അതോടെ ശിവൻ വീണ്ടും സംസാരിച്ചത് നോക്കുമ്പോഴേക്കും ഫോൺ കണക്ട് ആവുന്നില്ലെന്ന് അറിഞ്ഞതും ചന്ദ്രയുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ മഹേന്ദ്രൻ ചന്ദ്രയുടെ കർണത്തടിച്ചു. നീ എന്താടി പറഞ്ഞത്, നിന്റെ ഏട്ടനെ വിളിച്ചു വരുത്തി ഈ വിവാഹം മുടക്കുമെന്നോ, അതെ ഈ അച്ഛന്റെ നെഞ്ചത്ത് പിണ്ടം വെച്ചിട്ട് പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? എന്തായാലും അവൻ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പോകില്ല. പ്രകാശമായിട്ടുള്ള നിന്റെ ജീവിതം അത് നീ സ്വപ്നം കാണുകയേ വേണ്ട, ഒരു കാരണവശാലും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഹേന്ദ്രൻ. ഈ സമയത്ത് ആകെ കൃത്യമായിട്ട് ഒരു യാത്ര എങ്ങോട്ടാണെന്ന് യാതൊരു ഓർമ്മയില്ലാതിരിക്കുന്ന രാഘവൻ നായർ മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് വേഗം വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ട് വഴിയിലൂടെ വന്ന ഒരു ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ പോകുന്ന സമയത്ത് എവിടേക്കാ അമ്മാവൻ പോകേണ്ടത് എന്ന് ചോദിച്ചു. അതെ, എൻ്റെ മോൻ ഇപ്പോൾ വരുന്ന ട്രെയിന് വന്നിറങ്ങും, എൻ്റെ മോൻ വിഷ്ണു,
അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയിക്കോ. എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം എന്നതായിരുന്നു രാഘവൻ നായരുടെ ആവശ്യം. അത് കേട്ടതും വേഗം തന്നെ അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ വന്നതും രാഘവൻ നായർ ഒന്നും മിണ്ടാതെ എന്നാ ശരി മോനെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഉടനെ ആ ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് വിളിച്ചു, അതെ അമ്മാവാ, ഇത് എങ്ങോട്ടായി പോകുന്നത്? വെറുതെ അങ്ങ് പോകാനാണോ സർ ഇവിടെ വന്നത്? സവാരിക്ക് വന്നത്? പണം മുടക്കിയല്ലേ വരേണ്ടത്. ഇവിടെ എനിക്കിപ്പം കുറച്ച് ഓട്ടോ കിട്ടിയത്, അതുകൊണ്ട് ഈ കിട്ടിയ ഓട്ടത്തിനുള്ള തുക എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞതും ഇതെല്ലാം കേട്ട് രാഘവൻ നായർക്കൊന്നും മനസ്സിലായില്ല. അതെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആ ഡ്രൈവർ പറഞ്ഞു, എനിക്ക് ഓട്ടം വന്നതിന്റെ കൂലി കിട്ടണം. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അയ്യോ പണം ഇപ്പൊ എന്റെ കയ്യിലില്ല. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ. അങ്ങനെയാണെങ്കിലേ എന്റെ മോൻ ഇപ്പൊ ഈ ട്രെയിന് വന്നിറങ്ങും. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞതും വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ന് ചോദിച്ചു. വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ, ആ പണം നിനക്ക് നഷ്ടം, നിനക്ക് പോകാം എന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അത് ശരി, താൻ ആളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ഈ പട്ടാപ്പകല്, മര്യാദയ്ക്ക് കാശ് തരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാഘവൻ നായരെ പിടിച്ചു നിർത്തി. രാഘവൻ നായർ ഉടനെ തന്നെ വിടാനായിട്ട് പറഞ്ഞ് ബഹളം വെച്ചതും ഉടനെ ആ ഡ്രൈവർ പറഞ്ഞു, അതെ, എല്ലാവരെയും ഇങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണോ? മര്യാദയ്ക്ക് താൻ പണം തന്നോ, അതാ തനിക്ക് നല്ലതെന്ന് പറഞ്ഞ് രാഘവൻ നായരെ പിടിച്ചു നിർത്തി ഓട്ടോക്കാരൻ ചീത്ത വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആളുകൾ വന്ന് ചോദിച്ചു, എന്തിനാ ഈ പ്രായമായ മനുഷ്യനെ താൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായരെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിനെ മറ്റുള്ളവർ ചോദ്യം ചെയ്ത് കേട്ട് ആ ഡ്രൈവർ പറഞ്ഞു, അതെ, എൻ്റെ അടുത്ത് വന്ന് ഓട്ടം വിളിച്ച് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇറങ്ങിയിട്ട് അയാൾ പണം തരാതെ പോവാ. അയാളോട് പണം ചോദിച്ചപ്പോൾ അയാളുടെ മകൻ വന്നിറങ്ങിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു തരാമെന്ന് അയാൾ പറയുന്നത്. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, അതിന് എനിക്ക് വേറെ ഓട്ടം പോകണ്ടേ എന്ന് പറഞ്ഞ് അവിടെ അയാൾ ബഹളം വെക്കുന്ന കേട്ടപ്പോൾ നാട്ടുകാരെല്ലാവരും തടിച്ചുകൂടി. ശരിക്കും ആ സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നും രാഘവൻ നായർക്ക് എന്താ സംഭവിച്ചതെന്നും രാഘവൻ നായരെ തിരിച്ചറിയാൻ പോലും അറിയാത്ത കുറെ ആളുകൾ തടിച്ചുകൂടി പണം എങ്ങനെ ഓട്ടോക്കാരന് കൊടുക്കുമെന്ന് രാഘവൻ നായരോട് അന്വേഷിച്ചു. ആകെ വിഷമത്തോടെ രാഘവൻ നായർ അങ്ങ് നിൽക്കുമ്പോൾ ആ മൊബൈലിൽ പകർത്തിയെടുത്ത ആ വീഡിയോസ് കൃത്യമായി തന്നെ മറ്റുള്ളവരുടെ ഫോണിലേക്ക് എത്തി. അത് അനുപല്ലവി കാണാനിടയായതും വേഗം തന്നെ അനുപല്ലവി ആ ഫോട്ടോ വീഡിയോ ശാലിനിക്ക് അയച്ചു കൊടുക്കുന്നു. ശാലിനി ആ വീഡിയോ കണ്ടതും ഉടനെ തന്നെ അവിടേക്ക് വേഗം തന്നെ പോലീസ് എത്തിച്ചേരണമെന്ന് ശാലിനി നിർദ്ദേശം നൽകി. ഈ സമയത്ത് അവിടെ ഓട്ടോക്കാരന്റെ പിടിയിലകപ്പെട്ട് ആകെ പ്രശ്നത്തിലായ രാഘവൻ നായർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അതുവഴി ഉപേന്ദ്രൻ എത്തിയത്. ഉപേന്ദ്രൻ രാഘവൻ നായരെ കണ്ടതും ഏട്ടാ എന്ന് വിളിച്ച് വേഗം അരികിലേക്ക് ഓടിയെത്തി. രാഘവൻ നായരെ മറ്റുള്ളവരുടെ പിടിയിൽ നിന്ന് ആ ഓട്ടോ ഡ്രൈവറുടെ ദേഷ്യത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തി അയാൾക്ക് ആവശ്യപ്പെട്ട പണവും നൽകി ഉപേന്ദ്രൻ രാഘവൻ നായരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോരുന്നു. അങ്ങനെ നേരെ സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചു. വീട്ടിൽ വന്നിറങ്ങിയ രാഘവൻ നായരെ സത്യാമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉപേന്ദ്രൻ പറഞ്ഞു, നേടത്തിയമ്മേ, ഇങ്ങനെ അലഞ്ഞു നടന്ന ഏട്ടനെ ഞാൻ വഴിവെക്കിൽ വെച്ചാ കണ്ടത്. അതാ ഏട്ടനെ ഇങ്ങോട്ട് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് എന്തെങ്കിലും ഏട്ടനോട് വൈരാഗ്യമോ പകയോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു നല്ലവനാണ് താനെന്നുള്ള ആ ഒരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം വീണ്ടും ഉപേന്ദ്രൻ തുടർന്നു. അങ്ങനെ കുറച്ചുകൂടി തന്റെ നേരിലുള്ള സംശയവും ദേഷ്യവുമൊക്കെ സത്യഭാമയ്ക്കും രാഘവൻ നായർക്കും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രകടനം വളരെയേറെ സഹായിച്ചു എന്ന അഹങ്കാരത്തോടെ നിൽക്കുകയായിരുന്നു ഉപേന്ദ്രൻ. ഉടനെ തന്നെ ഉപേന്ദ്രൻ ഈ സന്തോഷ വാർത്ത സുസ്മിതയെ വിളിച്ച് അറിയിച്ചു. അങ്ങനെ ശത്രുവിന്റെ താവളത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു പടി കൂടി മുന്നിലേക്ക് കയറി ഞാൻ എന്ന് അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ ഇവിടെ സംഭവിച്ച അപകടങ്ങൾക്കും അവിടെ നടന്ന പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം എന്താണെന്ന് അന്വേഷിച്ച് ശാരദാമ്മ ആശങ്കപ്പെടുമ്പോൾ ശാലിനിയും ശിവനും കൂടി എത്രയും പെട്ടെന്ന് തന്നെ മഹേന്ദ്രന്റെ വീട്ടുതടങ്കലിൽ നിന്ന് ചന്ദ്രയെ പുറത്തിറക്കണമെന്ന് തീരുമാനിച്ചു. അതിന് ശാലിനി വേഗം തന്നെ വനിതാ കമ്മീഷനിൽ വിളിച്ച് അവരോട് വിവരങ്ങൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് ചന്ദ്ര എന്ന പെൺകുട്ടിയെ മഹേന്ദ്രന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അവരെല്ലാവരും കൂടി മാണിക്കോത്തേക്ക് എത്തിച്ചേരുന്നു. മഹേന്ദ്രന്റെ കൂടി അനുമതിയോടെ അകത്തെല്ലാം കയറി അവർ പരിശോധിക്കുകയും അവിടെ എങ്ങും തന്നെ അവർ പറഞ്ഞതുപോലെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ശാലിനി വീണ്ടും സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നിറങ്ങുന്നു.